കേരളത്തിൽ ബി.ജെ.പി ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായിട്ട് മാറി എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഏകദേശം 20ഓളം മുനിസിപ്പാലിറ്റികൾ ബി.ജെ.പി ഭരിക്കും എന്നൊക്കെയുള്ള ഒരു വലിയ അവകാശവാദം ബി.ജെ.പിക്ക് ഉണ്ട്. ഈ 4 മുനിസിപ്പാലിറ്റികളിലും ഇത്തവണ ബി.ജെ.പി ഏകദേശം ഭരണം ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ്. തൃപ്പൂണിത്തുറ നഗരസഭയും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടിട്ടുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയും ബി.ജെ.പി ഇത്തവണ അധികാരം പിടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. തങ്ങളുടെ വോട്ട് ബി.ജെ.പിക്കാരന് പോയാലും CPM-കാരന് ചെയ്യത്തില്ല എന്നുള്ളൊരു പിടിവാശി കോൺഗ്രസ്സുകാർക്ക് ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ടാണ് തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഫാക്ട് അത് ഏത് രീതിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ ബാധിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിൽ നിന്നൊരു വോട്ട് ഷിഫ്റ്റിംഗ് അവിടെയുമുണ്ട്, പന്തളത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. അന്തിമ ഫലം ബി.ജെ.പിക്ക് അനുകൂലമാകാനായിട്ടുള്ള സാധ്യതകളാണുള്ളത്. നമസ്കാരം. ത്രിതല പഞ്ചായത്തിൽ ബി.ജെ.പി എത്ര മുനിസിപ്പാലിറ്റി നേടാൻ സാധ്യതയുണ്ട്? കേരളത്തിൽ ബി.ജെ.പി ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായിട്ട് മാറി എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രം, വിജയിക്കാൻ വേണ്ടിയല്ല, മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ട് ഇരുന്നത് എങ്കിൽ ഇപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് വലിയ അവകാശവാദങ്ങളൊക്കെ ബി.ജെ.പി നടത്തുന്നുണ്ട്, വലിയ സ്വപ്നങ്ങളൊക്കെ ബി.ജെ.പി കാണുന്നുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമായി എന്ന് വരത്തില്ല. പക്ഷേ എങ്കിലും ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ പ്രാവശ്യം ബി.ജെ.പിക്ക് നേടാൻ സാധിച്ചിരുന്നത് 2 മുനിസിപ്പാലിറ്റികളാണ്. അതിലൊന്ന് പന്തളവും ഒന്ന് പാലക്കാടുമാണ്. ഈ പാലക്കാടും പന്തളത്തും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ബി.ജെ.പിക്ക് ഭരണം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതും ഒരു സത്യമാണ്. എങ്കിലും പാലക്കാട് വിജയിച്ച സമയത്തൊക്കെ RSSന്റെ കൊടി മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ ഉയർത്തിയതൊക്കെ കുറച്ച് വിവാദമായിരുന്നു. തുടർന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണും ആയിട്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലപ്പോഴും മാധ്യമ ശ്രദ്ധയിലേക്ക് പാലക്കാടിനെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പാലക്കാട് വളരെ സുതാര്യമായ രീതിയിൽ തന്നെ ഭരണം മുമ്പോട്ട് പോയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ പന്തളത്ത് സ്വന്തം പാളയത്തിൽ തന്നെ പെട്ട ബി.ജെ.പിക്കാർ പരസ്പരം മുനിസിപ്പൽ മീറ്റിംഗ് കൂടുന്ന ഹാളിൽ തമ്മിലടിക്കുന്ന കാഴ്ചയും ദൃശ്യമാധ്യമങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ പാർട്ടിയുടെ ഉന്നത നേതൃത്വമൊക്കെ ഇടപെട്ട് അത് സമാധാനപ്പെടുത്തി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. പക്ഷേ എങ്കിലും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ പന്തളത്ത് മുനിസിപ്പാലിറ്റിയിലെ ബി.ജെ.പിക്ക് അകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഏകദേശം 20ഓളം മുനിസിപ്പാലിറ്റികൾ ബി.ജെ.പി ഭരിക്കും എന്നൊക്കെയുള്ള ഒരു വലിയ അവകാശവാദം ബി.ജെ.പിക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ നിഷ്പക്ഷമായിട്ട് ഈ ഇതിനെ കാണുകയാണെങ്കിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് ഭരിക്കാൻ സാധ്യതയുള്ളത് 4 മുനിസിപ്പാലിറ്റികളാണ്. ഈ 4 മുനിസിപ്പാലിറ്റികളിലും ഇത്തവണ ബി.ജെ.പി ഏകദേശം ഭരണം ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് A ക്ലാസ് മണ്ഡലങ്ങൾ, B ക്ലാസ് മണ്ഡലങ്ങൾ, C ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ വേർതിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതേ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബി.ജെ.പിയെ സംബന്ധിച്ചിട്ട് A ക്ലാസ്സിൽപ്പെട്ടിട്ടുള്ള 20ഓളം മുനിസിപ്പാലിറ്റികളുണ്ട്. അതായത് ബി.ജെ.പിക്ക് സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുന്ന മുനിസിപ്പാലിറ്റികളെയാണ് അവർ A ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഭരണം പിടിക്കാൻ ഒരുപക്ഷെ സാധിക്കും എന്നുള്ള ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ നമ്മൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഗണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ പാലക്കാടിനും അതോടൊപ്പം തന്നെ പന്തളത്തിനും പുറമെ തൃപ്പൂണിത്തുറ, എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തുറ നഗരസഭയും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടിട്ടുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയും ബി.ജെ.പി ഇത്തവണ അധികാരം പിടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ കൊടുങ്ങല്ലൂർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒപ്പത്തിനൊപ്പം, അതായത് ഏകദേശം 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ബി.ജെ.പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭരണം നഷ്ടപ്പെട്ടു പോയത്. ഇപ്രാവശ്യവും കൊടുങ്ങല്ലൂരിലെ ഭരണം ഏത് വിധേനയും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങളും പദ്ധതികളുമാണ് ബി.ജെ.പി ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആവശ്യത്തിനുള്ള പൈസ അവിടെ ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയതിൽ ബി.ജെ.പി കാണിച്ചിട്ടുള്ള ഒരു വൈദഗ്ധ്യം, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ല. കൊടുങ്ങല്ലൂർ കോൺഗ്രസ് ഇല്ല. ഒരു കാലത്തൊക്കെ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ഭയങ്കര ശക്തിയായിട്ട് നിന്നതാണ്. പക്ഷേ അവിടെ CPM ഉണ്ട്. CPM-ന് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെ ഒക്കെ പരിഹരിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ CPM തങ്ങളുടെ അല്ലെങ്കിൽ LDF തങ്ങളുടെ സംഘടനാ സംവിധാനത്തെ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നതിൽ ഇപ്രാവശ്യം LDF പുറകോട്ടൊന്നും ആയിരുന്നില്ല. നല്ല കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ, ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന സ്ഥാനാർത്ഥികളെ തന്നെയാണ് കൊടുങ്ങല്ലൂർ CPM അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നോക്കുന്ന സമയത്ത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ CPM-നെ വോട്ട് ചെയ്യാനായിട്ട് മടിയുള്ള ചില കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാരെന്ത് കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്കാർ വോട്ട് ചെയ്യും. പക്ഷെ മറിച്ച് പണ്ടെങ്ങനെയായിരുന്നു വെച്ചാൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ബി.ജെ.പി വിജയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ CPM-കാർ എന്ത് കാണിക്കുമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുക്കുമായിരുന്നു. അതേപോലെ കോൺഗ്രസ്സുകാർ ഒരിക്കലും CPM-ന് വോട്ട് കൊടുക്കത്തില്ല.
ഈ BJP വിജയിക്കേണ്ടാണല്ലോ അല്ലെങ്കിൽ ഒരു വർഗീയ പാർട്ടി വിജയിച്ച് കയറി വരണ്ടാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ CPM-കാർ കമ്മ്യൂണിസ്റ്റുകാർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുന്നത്. പക്ഷെ തിരിച്ചൊരു കാരണവശാലും അവർ CPM-ന് വോട്ട് ചെയ്യത്തില്ല. തങ്ങളുടെ വോട്ട് BJP-കാരന് പോയാലും CPM-കാരന് ചെയ്യത്തില്ല എന്നുള്ളൊരു പിടിവാശി കോൺഗ്രസ്സുകാർക്ക് ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കോൺഗ്രസിന് കിട്ടിയത് ഒരു സീറ്റ് മാത്രമാണ്. അപ്പോൾ ഇപ്രാവശ്യം കൂടുതൽ ഈ കോൺഗ്രസിന്റെ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് കൂടുതലായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ നടന്നിട്ടുള്ളത് BJP-യിലേക്കാണ്. അതുകൊണ്ട് തന്നെ BJP-ക്ക് സാധ്യതകൾ കൂടുതലാണ്. ഇതിനെ എങ്ങനെ, അതായത് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയിട്ടുള്ള വോട്ടിനെ ഓവർകം ചെയ്യാനായിട്ട് CPM-ന് സാധിച്ചാൽ ഒരു പക്ഷേ BJP-ക്ക് കൊടുങ്ങല്ലൂർ ഭരണം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. എങ്കിലും നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുക കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJP-യുടെ കരങ്ങളിലേക്ക് എത്തും എന്നുള്ളതിൽ അധികം വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയില്ല. അവർ തന്നെ അവിടെ ഭരണം പിടിക്കും എന്നുള്ള രീതിയിൽ കൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ കോൺഗ്രസ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ MLA ആണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വിജയിച്ചത് വലിയ വോട്ടുകൾക്കൊന്നുമല്ല എങ്കിൽ തന്നെയും അദ്ദേഹം വിജയിച്ചിരുന്നു. അതിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് M. സ്വരാജാണ്. CPM-ന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു നേതാവാണ് M. സ്വരാജ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ശ്രീ K. ബാബുവിനോട് പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ M. സ്വരാജ് K. ബാബുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയിലുള്ള BJP-കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അവർ K. ബാബുവിനാണ് നിയമസഭാ ഇലക്ഷന് വോട്ട് ചെയ്യും. പക്ഷേ ഇപ്രാവശ്യത്തെ മുനിസിപ്പൽ ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഈ കൊടുങ്ങല്ലൂരെ പോലെ തന്നെ സമാനമായ ഒരു സാഹചര്യമുണ്ട്. BJP-യുടെ സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ടാണ് തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 17 സീറ്റ് നേടാനാണ് BJP-ക്ക് തൃപ്പൂണിത്തുറയിൽ സാധിച്ചിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറയിൽ 53 സീറ്റുകളാണ് മൊത്തത്തിലുള്ളത്. അതിൽ 17 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം നേടിയിട്ടുണ്ടെങ്കിൽ BJP-യെ സംബന്ധിച്ചിട്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അവർക്കൊരു A ക്ലാസ് മുനിസിപ്പാലിറ്റിയാണ്. ആ A ക്ലാസ് മുനിസിപ്പാലിറ്റിയിൽ വളരെ കൃത്യമായ രീതിയിൽ RSS സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ BJP-യുടെ സംഘടനാ സംവിധാനവും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ CPM-നകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലാതെ എനിക്ക് തോന്നുന്നു. കാരണം തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു മുനിസിപ്പൽ ഇലക്ഷനിൽ കോൺഗ്രസ് ഒരു ഘടകമാണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ മത്സരം നടക്കുന്നത് BJP-യും CPM-ഉം തമ്മിൽ തന്നെയാണ്. LDF എന്ന് പോലും പറയാൻ പറ്റത്തില്ല. BJP-യും CPM-ഉമായിട്ടാണ്. അവിടെ CPI ഒക്കെ വളരെ ചുരുക്കം ചില ആളുകൾ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഒരു 1.5 വർഷം മുമ്പ് CPI-യിൽ നിന്ന് ഏകദേശം ഒരുപാട് ആളുകൾ, അത് പ്രത്യേകിച്ച് ചുമട്ടുതൊഴിലാളികൾ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൽ ചേർന്നിരുന്നു. പക്ഷേ ഇതൊന്നും ഒരിക്കലും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഒരു റിസൾട്ടിനെ ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒരു പ്രദേശത്തു നിന്നുള്ള കുറേ ആളുകൾ മാത്രമാണ്. അപ്പോൾ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 17 സീറ്റിൽ നിന്ന് ഒരു 27 സീറ്റിലേക്കുള്ള BJP-യുടെ യാത്ര അത് ഏത് രീതിയിലാണ്, അവിടെ എന്ത് മാജിക്കാണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. വോട്ട് ഷിഫ്റ്റിങ് കോൺഗ്രസിൽ നിന്നാണോ BJP-യിലേക്ക് ഉണ്ടായിട്ടുള്ളത്, അതോ CPM-ൽ നിന്നാണോ BJP-യിലേക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് പറയാൻ സാധിക്കത്തില്ല. കാരണം അവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഏതൊക്കെയാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, BJP അധികാരത്തിലെത്താൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അത് ഏകദേശം ശരിയാവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. എന്നാലും CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം അത് പ്രത്യേക രീതിയിലുള്ളതാണ്. അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ CPM-നകത്ത് ഉണ്ട് എങ്കിൽ തന്നെയും അവസാന നിമിഷം ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് CPM തന്നെ ഭരണം നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോഴും ഞാൻ പറയുന്നു, BJP-യെ സംബന്ധിച്ചിട്ട് BJP വിജയിക്കും എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി തന്നെയാണ് തൃപ്പൂണിത്തുറ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പിന്നെ പാലക്കാട് സ്വാഭാവികമായിട്ടും 52 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അതിൽ 28 സീറ്റ് നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നിട്ടുള്ളത്. അത് അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളത്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് BJP-ക്ക് പൂർണ്ണമായിട്ടും തൽസ്ഥിതി തുടരാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഉള്ള സീറ്റുകൾ നേടാനായിട്ട് BJP-ക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അവിടെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന BJP-യുടെ ജില്ലാ പ്രസിഡന്റ് യുവമുഖത്തെയാണ് അവിടെ മുനിസിപ്പൽ ചെയർമാനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP മത്സര രംഗത്തിറങ്ങുന്നത്. അവിടെ മറ്റൊരു ഫാക്ട്, രാഹുൽ മാങ്കൂട്ടം ഫാക്ട്, അത് ഏത് രീതിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ ബാധിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക, അത് പോസിറ്റീവായിട്ടായിരിക്കും ബാധിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു തരംഗം
രാഹുൽ മാങ്കൂട്ടം കാര്യം ഒരുപാട് വലിയ ആരോപണങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും ചില ആളുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവിടെ കിട്ടുമെന്ന്. ചില ബന്ധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് RSS ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ BJPയിലും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വെച്ചിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകൾ BJP ഈ ഒരു അവസരത്തിൽ നൽകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് CPM അത്ര വലിയൊരു മത്സരം കാഴ്ചവെക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും BJPയോട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൾശേഷി CPM-ന് ഇല്ല എന്ന് തന്നെ നമ്മൾ തുറന്നു പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രശാന്ത് ശിവൻ തന്നെ ആയിരിക്കും പാലക്കാട് നഗരസഭയുടെ ചെയർമാനായിട്ട് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. പിന്നെയുള്ളത് പന്തളമാണ്. പന്തളത്തെ സംബന്ധിച്ചിട്ട് സ്വാഭാവികമായിട്ടും 34 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം 18 സീറ്റ് നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നിട്ട് തലസ്ഥിതി തുടരാൻ തന്നെയാണ് സാധ്യത. എങ്കിലും ഞാൻ പറഞ്ഞുതരാം, ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല പന്തളം നഗരസഭയിലൊക്കെ BJP അധികാരത്തിൽ വരുന്നത്. അപ്പം അവിടെ പന്തളത്ത് മത്സരിച്ചിരുന്ന ആളുകൾക്ക് പോലും പ്രതീക്ഷയില്ലാതെ ചില ആളുകൾ പെട്ടെന്ന് കൗൺസിലർമാരായി. അങ്ങനെ കൗൺസിലർമാരായിട്ട് വന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ ഒക്കെ അറിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ നഗരസഭ ഹാളിനകത്ത് തന്നെ അടിയും ഇടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം പരസ്പരം നഗരസഭ ചെയർപേഴ്സണും അവിടെയുള്ള കൗൺസിലറും ഒക്കെ ആയിട്ട് പച്ചത്തെറി പറയുന്നതൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായ വോട്ട് ബാങ്ക് BJPക്ക് പന്തളം മുനിസിപ്പാലിറ്റിക്കകത്ത് ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഈ പന്തളം സുധാകരൻ്റെ അനുജനാണോ ജ്യേഷ്ഠനാണോ എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം വരെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് BJPക്കകത്താണ്. BJPയുടെ പ്രാഥമിക അംഗത്വം എടുത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൽ നിന്നൊരു വോട്ട് ഷിഫ്റ്റിംഗ് അവിടെയുമുണ്ട്, പന്തളത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. ഈ പൊളിറ്റിക്കൽ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പന്തളം മുനിസിപ്പാലിറ്റി BJP തന്നെ തുടർ ഭരണത്തിനുള്ള സാധ്യതകളാണ് അവിടെയുള്ളത്. എങ്കിലും ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും പരിശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM-ന്റെ സംഘടനാ സംവിധാനങ്ങളും ശക്തമായ രംഗത്തുണ്ട്. നഗരസഭ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവരും നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഈ ശബരിമല ഇഷ്യൂ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്തിമ ഫലം BJPക്ക് അനുകൂലമാകാനായിട്ടുള്ള സാധ്യതകളാണുള്ളത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് BJP കാണുന്ന വലിയ സ്വപ്നങ്ങൾക്കൊക്കെ എത്രത്തോളം റിയാലിറ്റി ഉണ്ട് നമുക്കറിഞ്ഞൂടാ. പക്ഷേ ഈ ഒരു 4 നഗരസഭകൾ BJP തന്നെയായിരിക്കും ഭരിക്കുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള നഗരസഭകളിൽ മത്സരം നടക്കുന്നത് കോൺഗ്രസും CPM-ഉമായിട്ടാണ്, അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തന്നെയായിട്ടാണ് മത്സരം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നുമില്ല.